ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാടിൻ്റെ സ്വന്തം മലമ്പുഴ ഡാമിലാണ്. മലമ്പുഴ ഡാമിൽ പൂക്കാലം എന്ന പേരിൽ ജനുവരി 16 മുതൽ 22 വരെ നടത്തുന്ന ഫ്ലവർ ഷോന്റെ വിശേഷങ്ങളുമായാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഒരാൾക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇതാണ് മലമ്പുഴ ഗാർഡന്റെ എൻട്രൻസ്. പൂക്കാലം 2025 ഫ്ലവർ ഷോ മലമ്പുഴ ഉദ്യാനം എന്ന് അവർ എഴുതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് കടന്നതും ആദ്യം കാണുന്നത് വെൽക്കം ടു മലമ്പുഴ ഗാർഡൻ എന്ന് എഴുതിയിട്ട് ഒരു സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കാണുന്നത് 2 കളറിലുള്ള ചെണ്ടുമല്ലികളാണ് കേട്ടോ. മഞ്ഞയുണ്ട്, ഓറഞ്ചുണ്ട്. നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടത് ചെണ്ടുമല്ലിയാണ്. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ പുലിയാണ്. പുലിയുടെ ഒരു കൂട് പോലെ ചെയ്തിട്ട് അതിൽ 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുലിയും 2 കുഞ്ഞുങ്ങളും. അപ്പോൾ അതിനൊരു കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സൂപ്പറായിട്ടുണ്ട് കാണാൻ. പിന്നെ അടുത്തത് ഇതൊരു തോണിയാണ്. അത് തോണിയുടെ ചുറ്റുവശത്തും പച്ച പുല്ലുകളൊക്കെ ഉണ്ട്. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ചെണ്ടുമല്ലിയാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. എന്തായാലും 2-3 നിറങ്ങളിലായിട്ട് ചെണ്ടുമല്ലികൾ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഊട്ടിയിലെ ട്രെയിനിൻ്റെ മോഡലിൽ അവർ ചെയ്തിട്ടുണ്ട്. അതിൽ മലമ്പുഴ ടു ഊട്ടിന്ന് എഴുതിയിട്ടുമുണ്ട് കേട്ടോ. അത് വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ട്രെയിന് പക്ഷേ ഓടില്ല, നമുക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ പൂക്കാലം എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മെയിൻ പൂക്കളെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് ഫ്രണ്ടിലായിട്ട് തന്നെ NSSൻ്റെ കുട്ടികൾ കുറച്ച് പ്ലക്കാർഡുകളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മരത്തിനെ സംരക്ഷിക്കാനുള്ള വേർഡ്സൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇനി വെറൈറ്റി ഫ്ലവേഴ്സ് കാണാനായിട്ട് നമ്മൾ പോവാണ്. നമ്മുടെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് മനോഹരമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയും പല നിറങ്ങളിലുള്ള പല തരത്തിലുള്ള പൂക്കൾ. പേരൊന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പലതരം എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയുക എന്തൊക്കെ തരം പൂക്കളാണ് എന്നുള്ളത്. ഇതെല്ലാം റോസ് പൂക്കളാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം. പിന്നെ ഇത് വന്നിട്ട് ചെറിയൊരു വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. അതിന് ഒരു ചെറിയൊരു കുളം പോലെ അവർ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ നടുവിൽ ഒരു കൃഷ്ണൻ ഓടക്കോയിലൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചുറ്റും നല്ല രസമായിട്ട് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. അത് കുറച്ച് നേരം കാണാം കേട്ടോ. മലമ്പുഴയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഫ്ലവർ ഷോ കാണുന്നത്. ഇതുവരെ ആയിട്ടും കണ്ടിട്ടേ ഇല്ല. നമ്മൾ വേറെ സമയങ്ങളിലൊക്കെ പോവാറുണ്ട്, പക്ഷെ ഫ്ലവർ ഷോ സമയത്ത് പോയിട്ടേ ഇല്ല. ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് എന്തായാലും. പിന്നെ ഇത് കണ്ടോ, ഒരു പൂക്കുട്ടയുടെ ഉള്ളിൽ നിന്ന് പൂക്കൾ താഴേക്ക് വീണാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത് ഈ കാണുന്നതൊക്കെ മരക്കുറ്റികളാണ്. അതിൻ്റെ തലഭാഗമൊക്കെ ഒരു പെൻസിലിൻ്റെ മോഡലിലൊക്കെ അവർ ചെയ്തിട്ട് ഓരോരോ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പെൻസിൽ ഡ്രോയിങ് ചെയ്താൽ എങ്ങനെയുണ്ടാകും ആ ഒരു രീതിയിൽ പെൻസിലൊക്കെ കുത്തി നിർത്തി വെച്ചതുപോലെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ പൂക്കളുടെ ഇടയിൽ
ആ ഒരു പെൻസിലും കൂടി കാണുമ്പോൾ നല്ലൊരു രസമുണ്ട്. ഇതൊരു മാനിൻ്റെ മോഡലിൽ ചെയ്തിരിക്കുകയാണ്. താഴെയൊക്കെ ഒരു വെളുത്ത കല്ലുകളൊക്കെ വെച്ചിട്ട് അതിൽ മാനിൻ്റെ രൂപത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. അതും സൂപ്പറായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത് വന്നിട്ട് കൊറ്റികളാണ്. പക്ഷെ വെള്ളയല്ല, കളറ് വ്യത്യാസമുണ്ട്. കുറേ എണ്ണം മേലെ നോക്കിയിട്ടും കുറേ താഴെ നോക്കിയിട്ടും കുറേ തീറ്റ പെറുക്കുന്നതും അങ്ങനെയായിട്ടൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അത് കാണാനും നല്ലൊരു രസമുണ്ട്. വെളുത്ത കല്ലിൽ ഇങ്ങനെ ഈ കളറുള്ള പക്ഷികൾ നിൽക്കുമ്പോൾ നല്ല കാണാനായിട്ട് ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ആ സൈഡിലൊക്കെ ഓരോരോ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു പൂമൊട്ട് വിരിഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. പല കളറിലായിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും ആ പൂക്കളുടെ ഇടയിൽ തന്നെ ഇത് ഓരോന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ കാണുന്നത് ഒരു കിളിക്കൂടാണ്. കിളിക്കൂടും അതിൽ കുറച്ച് മുട്ടകളുണ്ട് കേട്ടോ. ഇതൊരു ഏറുമാടത്തിൻ്റെ രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. അവിടെ കാണുന്നത് രണ്ടാളുടെ കാലാണ് കാണുന്നത്. പക്ഷെ തൊട്ടടുത്ത് പോയി നോക്കുമ്പോഴാണ് അതൊരു ചെടിയിൽ രണ്ട് കാലൊക്കെ പിടിപ്പിച്ച് ഷൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അവർ നല്ല രീതിയിൽ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തുനിന്ന് കാണാൻ നല്ല രസമുണ്ട്. ഫ്ലവർ ഷോ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം അവിടെ ആയിട്ട് വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെ ഇവിടെ ഒരു ചെറിയൊരു 4 ഭാഗത്തും വെള്ളത്തിൻ്റെ സെറ്റപ്പ്, അതിൻ്റെ നടുവിലൊരു കൃഷ്ണൻ ഓടക്കോയിലൊക്കെ വായിച്ച് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ നടന്ന് ക്ഷീണിക്കുന്നവർക്ക് കഴിക്കാനും കുടിക്കാനുമായിട്ട് പലതരം സ്റ്റാളുകൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നമ്മൾ വെളിയിലേക്ക് പോയിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ നമുക്ക് എല്ലാം കിട്ടും. ഇത് ഐസ്ക്രീമിന് മാത്രമായിട്ട് 2 സ്റ്റാളുകൾ സ്പെഷ്യലായിട്ട് ഇട്ടിട്ടുണ്ട്. അതിലാണെങ്കിൽ എത്ര തരം ഐസ്ക്രീമാണെന്ന് പോലും അറിയുന്നില്ല. അത്രയും തരത്തിലുള്ള ഐസ്ക്രീമുകളാണ് അവിടെ ഉള്ളത്. മലമ്പുഴയിലെ യക്ഷിയെ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എന്നാൽ കാണാത്തവരൊക്കെ വന്നോളിയും കണ്ടോളൂ. ഇത് ഡാമിന് മുകളിലേക്ക് കയറി പോകാനുള്ള ചെറിയൊരു വഴിയാണ്. അപ്പം ആ വഴിയിലൂടെ നമുക്ക് മുകളിലേക്ക് കയറി വെച്ച് ഡാമിൻ്റെ വ്യൂ കറക്റ്റായിട്ട് കാണാനായിട്ട് കഴിയും. ഇതാണ് നമ്മുടെ ഡാമിൻ്റെ വ്യൂ. പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഡാം കാണുന്നത് നോക്കൂ.
ഏകദേശം 12 മണിയായി കാണും. അപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് വീഡിയോ എടുക്കേണ്ട പേരിൽ മാത്രമാണ് ഇതിന് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിലൂടെ ഒരു മനുഷ്യനെ പോലും കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുക എന്നുള്ളൊരു ബേസിലാണ് മേലേക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാമിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് മുകളിൽ ചൂടുണ്ട്, എന്നാലും ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു തണുപ്പും അതൊക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് വെച്ചാൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന ഭാഗം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ്, അതിൻ്റെ റീഡിംഗ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മുകളിൽ നിന്ന് നമ്മുടെ ഗാർഡനിലേക്കുള്ള വ്യൂ ആണിത്. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ രീതിയിലാണ് കാണാൻ പറ്റുക. എന്തായാലും നമ്മുടെ പാലക്കാട്ടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണല്ലോ മലമ്പുഴ എന്ന് പറയുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഈ ഫ്ലവർ ഷോയ്ക്ക് പങ്കെടുക്കുന്നവർക്ക് പൂക്കളോ അല്ലെങ്കിൽ വിത്തുകളോ എന്തും വാങ്ങാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ അത് അവരവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ മലമ്പുഴയും മലമ്പുഴയിലെ വിശേഷങ്ങളും ഫ്ലവർ ഷോയും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ബൈ.